നമസ്കാരം. നവമി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല സൂപ്പർ ടേസ്റ്റോട് കൂടിയ ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ കേക്ക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അല്ലേ? എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉള്ളപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഒരു കേക്ക് തയ്യാറാക്കാൻ എല്ലാ വീട്ടമ്മമാരും ആഗ്രഹിക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഈസി ആയിട്ട് ഈ കേക്ക് എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ക്ലീൻ ബൗൾ എടുക്കാം. അതിലേക്ക് ഒരു അരിപ്പ വെച്ച് കൊടുക്കുക. അതിലേക്ക് 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി. ഇത് ഓപ്ഷണലാണ്, കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒരു വിസ്ക് വെച്ചിട്ട് നന്നായി മിക്സ് ചെയ്ത് അരിച്ചെടുക്കാം. ഇങ്ങനെ ഒരു 2-3 തവണ ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ കേക്ക് നമുക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. അതൊന്നും കൂടെ ഒന്ന് മിക്സ് ആക്കിയ ശേഷം നമുക്ക് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കാം. അതിൽ ഒട്ടും വെള്ളം പാടില്ല. അതിലേക്ക് നമുക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് ഇതൊന്നും നമുക്ക് നന്നായിട്ടൊന്ന് കറക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്നും കൂടെ ബ്ലെൻഡ് ചെയ്തെടുക്കാം. പഞ്ചസാരയും മുട്ടയും നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒഴിച്ച ശേഷം അധിക സമയം അടിക്കരുത്. ജസ്റ്റ് 1-2 വട്ടം ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതിയാകും. മിക്സിയിൽ നമ്മൾ അടിച്ചെടുത്ത മിശ്രിതം നമുക്കൊരു ക്ലീൻ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ക്രീമി ആയിട്ടാണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത്. ഇങ്ങനെയാണ് വേണ്ടത്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മൈദയുടെ കൂട്ട് കുറേശ്ശെയായി ചേർത്ത് കൊടുത്ത് നമുക്കിതിലേക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്യുക, ഫോൾഡ് ചെയ്യുക, കട്ട് ചെയ്യുക, ഫോൾഡ് ചെയ്യുക, ആ രീതിയിൽ വേണം മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. 3 തവണയായിട്ട് മൈദയുടെ മിക്സ് ഇട്ട് കൊടുത്ത് നമുക്കിത് ഇതുപോലെ തന്നെ യോജിപ്പിച്ചെടുക്കാം. കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് ഓവർ മിക്സിങ് ചെയ്യരുത്. അങ്ങനെ ചെയ്യുമ്പം കേക്ക് കുറച്ച് ഹാർഡായിട്ട് പോകും. ഇപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി പരുവെന്ന് പറയണത്. ഇനി നമുക്കിത് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 8 ഇഞ്ചിൻ്റെ ഒരു ട്രേ ആണ് എടുത്തിരിക്കുന്നത്. അത് ഓയിലെല്ലാം ബ്രഷ് ചെയ്ത് ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഈ കൂട്ട് കേക്കിൻ്റെ ബാറ്റർ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. കേക്കിനകത്ത് എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത പാനാണിത്. നമുക്കതിലേക്ക് നമ്മുടെ കേക്ക് ടിൻ ഇറക്കി വെച്ച് കൊടുക്കാം. ഇതിന് 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക. അതിനുശേഷം ലോ ഫ്ലെയിമിലിട്ട് 30-35 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. ഇതിന് മേലേക്ക് ഒരു വെയിറ്റോടെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ടൈറ്റായിട്ടിരുന്നോളും. ക്രീം ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബൗളും ബീറ്ററിൻ്റെ ബ്ലേഡും 1 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ജലാംശം നമുക്ക് തുടച്ചെടുത്ത് മാറ്റാം. ഇതിലേക്ക് ഇനി 1.5 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം. ഇതിന് ആദ്യം സ്ലോ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്യാം. അതിനുശേഷം സ്പീഡ് കൂട്ടി നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ ക്രീം നല്ല തിക്കായി വന്നിട്ടുണ്ട്. നമ്മുടെ ക്രീം റെഡി ആയിട്ടുണ്ട്. ഇതൊന്നങ്ങ് മിക്സ് ആക്കിയ ശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കാൻ വയ്ക്കാം. അപ്പോൾ ഒന്നും കൂടി ടൈറ്റായിട്ട് കിട്ടും. ഇപ്പോൾ എനിക്കിവിടെ 40 മിനിറ്റ് എടുത്തിട്ടുണ്ട് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. കേക്ക് ബേക്കായി എന്നറിയാൻ വേണ്ടിയിട്ട്
തൊട്ട് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. ഇല്ലെങ്കിൽ ഒരു സ്ക്വയർ വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കുക. അത് നല്ല ക്ലീൻ ആയിട്ടാണ് വരുന്നതെങ്കിൽ കേക്ക് ബേക്ക് ആയിട്ടുണ്ടെന്നാണ് അർത്ഥം. നമുക്ക് അപ്പോൾ തന്നെ ഗ്യാസ് ഓഫ് ചെയ്യാം. ഈ പാത്രം അടുപ്പിൽ നിന്ന് മാറ്റാം. ഇതിനി ചെറുതായിട്ടൊന്ന് ചൂടാറിയാൽ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ഇളക്കിയെടുക്കാൻ പറ്റും. നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ് കേട്ടോ. ഇതിനി കംപ്ലീറ്റ് അതിൻ്റെ ചൂടാറിയ ശേഷം നമുക്കിത് ലെയർ ചെയ്തെടുക്കാം. കേക്കിൻ്റെ ചൂട് മുഴുവനായിട്ട് മാറിയിട്ടുണ്ട്. ലെയർ ചെയ്യാണ്. ഞാനിത് 3 ലെയറായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. കേക്ക് സ്ലൈസർ ഉപയോഗിച്ചിട്ടാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. മുകൾ ഭാഗത്ത് കുറച്ച് ഭാഗം മുറിച്ച് മാറ്റുന്നുണ്ട്. അത് കുറച്ച് പൊങ്ങിയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി കേക്ക് ഐസിങ് ചെയ്യാൻ തുടങ്ങാം. അതിനുവേണ്ടി ടേൺ ടേബിളിന് പുറത്തൊരു ബോർഡ് വയ്ക്കാം. അതിൽ കുറച്ച് ക്രീമാക്കി കൊടുക്കാം. കേക്ക് ലെയർ ചെയ്യുമ്പോൾ തെന്നിപ്പോയിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ക്രീം ചെയ്യുന്നത്. ഇങ്ങനെ ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. ഇതിന് ഷുഗർ സിറപ്പ് വെച്ച് നന്നായി വെയിറ്റ് ചെയ്യാം. 1/4 കപ്പ് പഞ്ചസാര 1/2 കപ്പ് വെള്ളത്തിൽ നന്നായി തിളപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ ഷുഗർ സിറപ്പ് തയ്യാറാക്കി എടുക്കാൻ പറ്റും. നന്നായി തണുപ്പിച്ചെടുത്താൽ ഷുഗർ സിറപ്പ് തയ്യാറാണ്. ഇതിൻ്റെ മേലേക്ക് നമുക്ക് കുറച്ച് ക്രീം ആക്കി കൊടുക്കാം. ഞാനിപ്പോൾ ക്രീം പൈപ്പിംഗ് ബാഗിലേക്ക് എടുത്തിട്ടുണ്ട്. ഇതിനെ എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വൈറ്റ് ചോക്ലേറ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാം. സെക്കൻഡ് ലെയറും ഷുഗർ സിറപ്പ് വെച്ച് നന്നായി വെറ്റ് ചെയ്യാം. ഇനി ഇതിൻ്റെ മേലെ ക്രീമാക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് ലെവലാക്കിയ ശേഷം അതിൻ്റെ മേലേക്ക് നമുക്ക് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. അതുപോലെ 3 ലെയറും ചെയ്തെടുക്കാം. ഏറ്റവും താഴെയുള്ള കേക്കിൻ്റെ പോർഷനാണ് മുകളിൽ വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ശരിക്കും ഷുഗർ സിറപ്പ് അബ്സോർബ് വേണ്ടിയിട്ട് മേലെ കത്തി വെച്ച് ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്യാം. ഞാൻ ഇനി ആദ്യം ഈ കേക്കിന് ഡ്രം കോട്ട് കൊടുത്ത് 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. അതിനുശേഷം മാത്രമാണ് ഫൈനൽ കോട്ടിങ് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഇപ്പോൾ കേക്ക് ഡ്രം കോട്ടിങ് കഴിഞ്ഞ് 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച ശേഷം പുറത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫൈനലൈസിങ് കൊടുക്കാം. ഇപ്പോൾ കേക്ക് പൂർണ്ണമായിട്ടും ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ സൈഡ് ഒരു സ്ക്രേപ്പർ വെച്ച് ജസ്റ്റ് ഒന്ന് വടിച്ചു കൊടുക്കുന്നുണ്ട്. കേക്കിൻ്റെ ഡെക്കറേഷനിലാണ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പം സെൻറ്ററിൻ്റെ പോർഷൻ ഒന്നും ചെയ്യുന്നില്ല, ബ്ലാങ്ക് ആക്കി വയ്ക്കുകയാണ്. ബാക്കി ഭാഗത്തെല്ലാം ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാൻ പോവാട്ടോ. ഞാൻ കുറച്ച് ഫ്ലവേഴ്സ് വരച്ചു കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ചോക്ലേറ്റ്സ് ഇതുപോലെ മാറ്റിയിട്ടാണ് വരച്ചു കൊടുക്കുന്നത്. നമുക്കൊരു ചെറി കൂടെ ഇതിൻ്റെ മേലേക്ക് വെച്ച് കൊടുക്കാം. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള വൈറ്റ് ഫോറസ്റ്റ് കേക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.
ഞങ്ങളുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയുമായി വരാം. അതുവരേക്കും ബൈ. താങ്ക് യു.